PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, നമ്മൾ 100 ദിവസത്തെ ടൈം ടേബിൾ ആണ് 10th മെയിൻസിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. ഇനി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 10th മെയിൻസ് എന്ന് പറയുന്ന നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 100 ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. മാത്രമല്ല നമ്മൾ ടൈം ടേബിൾ പ്രകാരം ക്ലാസ്സുകളും എടുത്ത് നൽകുന്നുണ്ട്. ഡേ 1 ഡേ 2 എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. മുൻവർഷ ചോദ്യങ്ങളും SCRT പാഠഭാഗങ്ങളും റിവിഷനും അതുപോലെ നമ്മൾ വീക്കിലി എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡേ 1 എന്ന് പറയുന്ന ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ ദിവസം പഠിക്കേണ്ട കംപ്ലീറ്റ് ടോപ്പിക്സും ആ ഒരൊറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ പോലും മിസ്സായി പോകത്തില്ല. ഒരു ദിവസം പഠിക്കേണ്ട ടോപ്പിക്സ് എവിടെയാണെന്ന് പറഞ്ഞ് തിരയേണ്ട കാര്യമില്ല. ഒരു ദിവസത്തെ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ ആ ദിവസം പഠിക്കേണ്ട കംപ്ലീറ്റ് ടോപ്പിക്സും അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീക്കിലി എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുന്നേ കുറേ തവണ ഇങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്ത് നമ്മുടെ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ ഫോമിലാണ് എക്സാം കണ്ടക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കും. എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് വരുന്നത്, അതുപോലെ എത്ര മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു അവസരമാണ്. അപ്പോൾ 100 ദിവസത്തെ ടൈം ടേബിൾ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സമയം വൈകിട്ടില്ല. ഇപ്പോഴാണെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എക്സാം ആകുമ്പോഴത്തേനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഇന്നേക്ക് 15 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം മുതൽ തുടക്കം മുതൽ ഡേ 1 മുതൽ നിങ്ങൾ പഠിച്ചു വരാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ടെലിഗ്രാമിൽ എന്തായാലും ജോയിൻ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഫോളോ ചെയ്യുന്നവരെല്ലാം ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യണേ. കാരണം നമ്മൾ നോട്ട്സ് ഒക്കെ കൊടുക്കുന്നത് ടെലിഗ്രാം വഴിയാണ്. ഓക്കെ, ഓരോ ദിവസം പഠിക്കേണ്ട ടൈം ടേബിൾ കൊടുക്കുന്നതും PDF എല്ലാം ഷെയർ ചെയ്യുന്നത് എല്ലാം ടെലിഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് ഡേ 15 ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് റിവിഷൻ ഡേ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും റിവിഷൻ ഡേ നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും എക്സാം ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ പ്രത്യേകത അറിയാലോ, ഗൂഗിൾ ഫോമിലാണ് നമ്മൾ പരീക്ഷ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആകെ 15 ചോദ്യങ്ങളാണുള്ളത്. 13 മാർക്കാണ് കട്ട് ഓഫ് കേട്ടോ. അപ്പോൾ അതിൽ താഴെ പോവാതെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സീരിയസ്നെസ്സോട് കൂടിയിട്ട് ടൈമിനുള്ളിൽ എഴുതി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ പരീക്ഷ ഹാളിൽ പോയി പരീക്ഷ എഴുതുക ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ ഇരുന്ന് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി പരീക്ഷ എഴുതാൻ അറിയാത്തവരുണ്ടാവും അല്ലെ, ലിങ്കിൽ കയറിയിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അറിയാത്തവരുണ്ടാവും. അപ്പോൾ നമ്മുടെ പരീക്ഷ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മുടെ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചോദ്യപേപ്പർ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ ആദ്യം തന്നെ നിങ്ങളുടെ നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. പേര് കൊടുത്തതിന് ശേഷം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ ചോദ്യവും നമ്മൾ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളും മാത്സും ഇംഗ്ലീഷും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ സമയമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, കാരണം മാത്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കേണ്ടേ. പക്ഷേ നിങ്ങൾ എക്സാമിന് എത്രത്തോളം സ്പീഡിലൊക്കെ ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്യുമോ അതുപോലെ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓരോ ചോദ്യം വളരെ വ്യക്തമായിട്ട് വായിച്ച് ആൻസർ ചെയ്യുക. എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം അവസാനം സബ്മിറ്റ് എന്ന് കാണും. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് എത്രയാണ് ലഭിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും. ഏത് ഭാഗമാണ് തെറ്റ് വന്നത് ആ ഭാഗം ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് വായിച്ച് പഠിക്കുക. ഓക്കെ,